അപ്പുക്കുട്ടന് ഷൂ ഇടുമ്പോൾ എപ്പോഴും പേടിയാട്ടോ, ആ ഷൂവിൻ്റെ അകത്ത് എന്തെങ്കിലും ഇരിക്കുമെന്ന്. അതുകൊണ്ട് ഇതുപോലെ ചവിട്ടി നോക്കിയിട്ടൊക്കെ ഇടത്തുള്ളൂ. ഇന്ന് ഞാൻ ചോദിച്ചു, ഷൂറാക്കിന്റെ അകത്തിരുന്ന ഷൂ അല്ലേ, പിന്നെന്തിനാ ഇത് ചവിട്ടി നോക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു പല്ലി ഉണ്ടായിരുന്നു, അപ്പൊ പല്ലി പെട്ടെന്ന് വളർന്നത് അവന്റെ ഷൂവിൻ്റെ അകത്ത് കയറിയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞത്. ബാഗിനൊക്കെ എന്താ വെയിറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല, അതുപോലെ വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് അവനിങ്ങനെ പിടിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പുക്കുട്ടന്റെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അമ്മച്ചി എന്നും പറഞ്ഞാട്ടോ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ പപ്പിയെ തുറന്നു വിടും, കുറച്ചു നേരം അവളുടെ കൂടെ കളിക്കും കേട്ടോ. എൻ്റെ പെണ്ണ് വലിയതായോ, ആട്ടുംകുട്ടിയെ പോലെയാ ഇപ്പൊ കുതിച്ചു ചാട്ടോ. ഇന്നലെ ഉണ്ടല്ലോ ഞാൻ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താണ്ട തിളക്കട്ടെ കൺമണി ഈ സംഭവം ഒട്ടിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ കരയുന്നൊന്നും കേട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ, ടാഗ് ചെയ്തേക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒട്ടിക്കുന്നതാ, ഞാൻ എൻ്റെ കുഞ്ഞിനിങ്ങനെ വച്ചു കൊടുത്തതാ. വേറൊരു കുഞ്ഞു വരുന്നു, ഒരാള് കയ്യിലും ഒരാള് തോണ്ട് കണ്ട കയ്യിലിരിക്കുന്നുണ്ടോ, കണ്ടോ കൂട്ടിക്കേറെ. പപ്പിക്കുട്ടിന് ഫുൾ ടൈം എൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നടക്കണം. ആ കൂട്ടിലിട്ടെൻ്റെ സങ്കടമാട്ടോ കണ്ടത്. പിന്നെ ഞാൻ പൂച്ചക്കുട്ടിയെ തടവി നോക്കി, അവളുടെ വയറ്റിലൊക്കെ തൊട്ട് നോക്കി കേട്ടോ. കുഞ്ഞുങ്ങളെ ഇങ്ങനെ തൊട്ട് നോക്കി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.